നമസ്കാരം, ഞാൻ ഗോകുൽ രമേശ്. എല്ലാവർക്കും തൃശ്ശൂർക്കാരൻ കീഴിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വിഷുവിൻ്റെ ട്രഡീഷണൽ ആയിട്ടൊരു ഡിഷാണ്. വിഷുക്കഞ്ഞി, അതുപോലെ വിഷുക്കട്ട എന്നൊക്കെ പറയപ്പെടും. നമ്മൾ മാങ്ങക്കറിയും പപ്പടം അതിന് മെയിൻ കോംബോ ആയിട്ട് വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മാങ്ങാക്കറി ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ വിറകടുപ്പിൽ ഉണ്ടാക്കണം, അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ്. അപ്പോൾ ഈ കാണുന്ന വിഭവങ്ങളൊക്കെ ചേർത്താണ് നമ്മൾ മാങ്ങാക്കറി ഉണ്ടാക്കുന്നത്. ഇഞ്ചി, അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ചെറുതായി അരിഞ്ഞ മാങ്ങ. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടുകും അതുപോലെ ഉലുവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കടുക് പൊട്ടിയും അതുപോലെ ഉലുവയൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി ഉലുവയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ചേരുവകൾ ഓരോന്നായിട്ട് വഴറ്റിയെടുക്കുക. അതായത് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, അതുപോലെ പച്ചമുളക്, ചുവന്നുള്ളി, ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവിടെ കൂട്ടൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാകത്തിന് അതിൽ ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി അതിൽ ചേർക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ചെയ്യുന്നത് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കുക. അതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് വഴണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മുറി തേങ്ങ അതുപോലെ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഒന്നാം പാൽ, രണ്ടാം പാൽ അങ്ങനെയായിട്ട് നമ്മൾ ചേർക്കുന്നില്ല. ഒറ്റ പാലായിട്ട് തന്നെയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വറ്റി ഈ നെയ്യ് തെളിയും. നമ്മൾ ഈ ഒഴിച്ച പാലിൽ നെയ്യ് തെളിഞ്ഞ് വരുന്ന പാകമാണ് നമ്മുടെ മാങ്ങക്കറി ഒന്ന് പാകമായി വരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇനി വിഷുക്കഞ്ഞി അല്ലെങ്കിൽ വിഷുക്കട്ട ഉണ്ടാക്കാനുള്ള കാര്യം നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇൻഗ്രീഡിയൻ്റ് ആണിത്. നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ ജീരകം, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ അരിയുടെ കാര്യത്തിന് ഉപയോഗിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ മാങ്ങക്കറിയൊക്കെ ഏകദേശം നമ്മളൊന്ന് പാലൊക്കെ ഒന്ന് റെഡ്യൂസായി വറ്റി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ചും കൂടി വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ മാങ്ങക്കറി ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്കത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് വേണം നമുക്ക് വിഷുക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ 2 പാലെടുത്തിട്ടുണ്ട് കേട്ടോ വിഷുക്കഞ്ഞിക്കായിട്ട്. ഒന്നാം പാലും രണ്ടാം പാലും. അപ്പോൾ രണ്ടാം പാൽ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളിവിടെ ഈ ഇഡ്ഡലി റൈസിൻ്റെ അരിയാണ് വിഷുക്കഞ്ഞിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ്സിന് പാകത്തിനാണ് നമ്മൾ രണ്ടാം പാൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലാസ് അരി ഈ രണ്ടാം പാൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് വറ്റി കുറുകി നമ്മുടെ അരി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച്, അപ്പോൾ അരി നമ്മളതിനനുസരിച്ചൊന്ന് വേവ് നോക്കുക, ഇടയ്ക്കൊന്ന് നോക്കി നോക്കുക. നമ്മൾ സാധാരണ അരി വയ്ക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് ഈ തേങ്ങാപ്പാൽ, നമ്മൾ വെള്ളത്തിന് പോലെ തേങ്ങാപ്പാൽ എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഇടയ്ക്കൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി വരുന്ന സമയത്ത് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. അങ്ങനെ ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഇളക്കുക. പിന്നെ നമ്മൾ ആ കുറുകി വരുന്നൊരു ഇതിപ്പോൾ കണ്ടില്ല, തിളച്ച് പാകത്തിൽ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ജീരകം കൂടിയിട്ടുള്ള മിക്സ് അതിലേക്കിട്ട് അതും കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ അരിയൊക്കെ പാകപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നമ്മളധികം അരിയായിട്ട് തിളപ്പിക്കരുത്. അപ്പോൾ അതൊന്ന് കുഴഞ്ഞൊന്ന് ഒട്ടിക്കെട്ടുന്നൊരു പാകത്തിലായിരിക്കും നമ്മളതിലെടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം നമ്മുടെ വിഷുക്കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അതിനുശേഷം നമ്മളൊരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ആ പ്ലേറ്റിൽ നമ്മളത് പരത്തി കൊടുക്കുകയാണ്, ആ പ്ലേറ്റിൻ്റെ ആകൃതിയിൽ തന്നെ. അപ്പോൾ നമ്മളിതിലേക്ക് പരത്തി കൊടുക്കുന്നത് കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് ആറി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വിഷുക്കട്ട ഇവിടെ തയ്യാറായി. അപ്പോൾ നമുക്കത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു വാഴയിലയിൽ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി
വിഷുക്കട്ട എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ മാങ്ങക്കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 2 പപ്പടം കൂടി ചേർത്ത് കഴിക്കാൻ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വിഷുവിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പണ്ട് മുതലേ ആൾക്കാർ ഉണ്ടാക്കി വരുന്നൊരു ഡിഷ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ആക്കി കൊടുത്താൽ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.